ഹായ്, ഏവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിം ദൃശ്യം 3 ചലച്ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ആ ചലച്ചിത്രത്തിന്റെ ഒരു കഥാസംഗ്രഹം കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ദൃശ്യം 3യുടെ കഥയെ ആരംഭിക്കുന്നത് ദൃശ്യം 2 അവസാനിച്ച് കുറച്ചധികം നാളുകൾ പിന്നിട്ട ശേഷമാണ്. ദൃശ്യം 2-വിൽ ജോർജ് കുട്ടി ഒരു തിരക്കഥയുമായി ബന്ധപ്പെട്ട് ജോലി നോക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി പ്രതിപാദിച്ചിരുന്നല്ലോ. ആ തിരക്കഥ ഒടുവിൽ സിനിമയായിരിക്കുന്നു. ആക്ടർ ഹരിഹരനാണ് പ്രധാന വേഷം ചെയ്തത്. സിനിമയുടെ അവസാനത്തിൽ കുറ്റകൃത്യത്തിൽപ്പെട്ട ഹരിഹരൻ പോലീസിൽ കീഴടങ്ങുന്ന പോലായിരുന്നു. ജോർജ് കുട്ടിയായിരുന്നു ദൃശ്യം എന്ന പേരിൽ ആ ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും. ദൃശ്യത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതും വളരെ മികച്ച റെസ്പോൺസ് ലഭിച്ചു. ജോർജ് കുട്ടിയുടെ ജീവിതവുമായി സാമ്യമുള്ള സിനിമയായതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ ജോർജ് കുട്ടിയും കുടുംബവും അണിയറ പ്രവർത്തകരും വന്ന തിയേറ്ററിൽ വളഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ ജോർജ് കുട്ടി തിയേറ്ററിന്റെ മുൻവശത്തൂടെ പോവാതെ തന്റെ തന്നെ തിയേറ്റർ ആയതുകൊണ്ട് അതിന്റെ പിന്നിലൂടെ കാറിൽ കയറി പോകാൻ തീരുമാനിച്ചു. മുമ്പ് ഫോറൻസിക് സെക്യൂരിറ്റി ആയിരുന്ന രാജൻ സിനിമയിൽ ഒരു റോള് ചെയ്തിരുന്നു. നിലവിലിപ്പോൾ അയാൾ ജോർജ് കുട്ടിയുടെ പ്രധാന ആളാണ്. പഴയ കേസിന്റെ പശ്ചാത്തലത്തിൽ രാജന്റെ ജോലി തന്നെ പോയിരുന്നു. പിന്നീട് അയാൾ ജോർജ് കുട്ടിയുടെ കൂടെ കൂടി. പടം വലിയ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നായിരുന്നു രാജന്റെ അഭിപ്രായം. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ജോർജ് കുട്ടിയും പ്രത്യാശിച്ചു. ഒടുവിൽ തന്റെ കുടുംബത്തെയും കൂടി തിയേറ്ററിന്റെ പിൻഭാഗത്തുകൂടെ കാറിൽ കയറി പോകാൻ ജോർജ് കുട്ടി ചെന്നു. പക്ഷേ പുറത്തുണ്ടായിരുന്ന ജേർണലിസ്റ്റുകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള 2 ജേർണലിസ്റ്റുകൾ അവർ അങ്ങനെ കടന്നു പോകുന്നത് കണ്ടു. യാമി എന്നും റോണി എന്നുമായിരുന്നു അവരുടെ പേരുകൾ. യാമി ജോർജ് കുട്ടിക്കടുക്കൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തനിക്കൊരു പേഴ്സണൽ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ വേഗം കുടുംബത്തെയും കുട്ടി പോരാനായിരുന്നു ജോർജ് കുട്ടി ശ്രമിച്ചത്. യാമി പക്ഷേ വിട്ടില്ല. ജോർജ് കുട്ടിക്കടുത്തെത്തി വീണ്ടും ചോദിച്ചു, സർ, ഒരൊറ്റ ചോദ്യം. ഈ ചലച്ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ചതാണ് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. സാറിന്റെ കുടുംബത്തിൽ നടന്നൊരു കാര്യം മാറ്റങ്ങൾ വരുത്തി പിടിച്ചതാണെന്ന്. അതുകൊണ്ടെന്താ? അതിനെപ്പറ്റി അറിയാനാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ തന്നെ പറയാം എന്ന് പറഞ്ഞ് ശാന്തമായി ജോർജ് കുട്ടി മറുപടി നൽകി. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലീസിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹവുമായി നടന്നിരുന്ന ഞാൻ അതൊരു സിനിമയാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. നിരപരാധികളായ ആളുകളെ വേട്ടയാടാൻ വീട്ടിലേക്കെത്തുന്ന പോലീസുകാർ. പക്ഷേ അതൊരു ക്ലീശേ സാധനമായി തോന്നി. അതോടെ അത് മാറ്റി ചിന്തിച്ചു. ഒരു കുറ്റം ചെയ്യേണ്ടി വന്ന കുടുംബത്തെ പോലീസ് പിന്തുടരുന്ന കഥ അത് ഞാൻ റൈറ്റർ വിനയചന്ദ്രൻ സാറുമായിട്ട് ഷെയർ ചെയ്തു. അദ്ദേഹത്തിന് ഇതിലൊരു പുതുമ തോന്നി. അങ്ങനെയാണ് ഈ സിനിമയുണ്ടാകുന്നത്. അത് പറഞ്ഞതിനു ശേഷം ലേറ്റായെന്നും വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ജോർജ് കുട്ടി വേഗം വണ്ടിയെടുത്തു പോന്നു. ജോർജ് കുട്ടിയുടെ ദൃശ്യം ചലച്ചിത്രം വളരെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി. അത്രമേൽ വലിയ വിജയം നേടാൻ തുടങ്ങി. 100 കോടി ക്ലബിലേക്ക് കയറും എന്നുവരെ കാര്യങ്ങളെത്തി. പക്ഷേ ഇതെല്ലാം വിദേശത്തിരുന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. മുന്നൈജി ഗീതാ പ്രഭാകർ. ഭർത്താവിനൊപ്പം ആളിപ്പോൾ വിദേശത്താണ്. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. അങ്ങോട്ടേക്ക് വന്ന ഭർത്താവ് പ്രഭാകർ തന്റെ ഭാര്യയുടെ ആ അവസ്ഥ നോക്കിക്കണ്ടു. സിനിമ വലിയ വിജയമായതോടെ പുറത്തെ ഡിസ്ട്രിബ്യൂഷൻകാരൊക്കെ വിളിച്ച് ജോർജ് കുട്ടിക്ക് ശല്യമാവാൻ തുടങ്ങി. ജോർജ് കുട്ടിയാണെങ്കിൽ മികച്ച രീതിയിൽ അത് ബിസിനസ് ചെയ്യാനും നോക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മകൾ അഞ്ജുവിനായി ജോർജ് കുട്ടി കല്യാണവും നോക്കുന്നുണ്ട്. ബ്രോക്കർമാരും വന്നു പോകുന്നുണ്ട്. പക്ഷേ മത്തായിച്ചൻ എന്നൊരു ബ്രോക്കർ മാത്രമേ ജോർജ് കുട്ടി കാര്യമായി പരിഗണിച്ചിരുന്നുള്ളൂ. അദ്ദേഹം മാത്രമേ നല്ല ആലോചനകൾ കൊണ്ടുവരുന്നുള്ളൂ എന്നായിരുന്നു ജോർജ് കുട്ടിയുടെ വാദം. അഞ്ജു ആകട്ടെ തന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കൗൺസിലിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഡോക്ടർ എന്ന് അഞ്ജുവിനടുക്കൽ സംസാരിച്ചു. സിനിമ കണ്ടപ്പോൾ കാര്യമായി മറ്റൊന്നും ഫീൽ ചെയ്തില്ല എന്നഞ്ജു പറഞ്ഞപ്പോ അഞ്ജു ഇപ്പോൾ പൂർണ്ണമായും പെർഫെക്റ്റ് ആയെന്നും ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം തന്നെ വന്ന് കണ്ടാൽ മതി, വിളിച്ചാൽ മതി എന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അഞ്ജു വന്ന് ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോയപ്പോ അവിടെ കാറിൽ ആ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. യാമിയും റോണിയും. അവർ ജോർജ് കുട്ടി കേസിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. യാമി ആ കേസിന് പുറകെ അന്വേഷണം നടത്തണം എന്ന് തീരുമാനിച്ച മട്ടിലായിരുന്നു. യാമി പിന്നീട് ഡോക്ടർ ഒരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിലെത്തി. ഡോക്ടറോട് സംസാരിച്ച് പരിചയം സ്ഥാപിച്ചു. ഡോക്ടറുടെ അടുക്കൽ ഒരു അപ്പോയിന്റ്മെന്റ് നേടിയെടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം ബ്രോക്കർ മത്തായിച്ചൻ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനാണ് മത്തായിച്ചൻ വന്നത്. മത്തായിച്ചൻ മുമ്പ് ഒരു ആലോചന കൊണ്ടുവന്നിരുന്നത് ഏറെക്കുറെ ഓക്കെ ആയതായിരുന്നു. പക്ഷേ ആരോ ആ വീട്ടുകാരെ വിളിച്ച് അഞ്ജു സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയിരിക്കുന്നു. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ജോർജ് കുട്ടി മത്തായിച്ചനോട് പറഞ്ഞെങ്കിലും എനിക്കതറിയാം സാറേ, പക്ഷേ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കൽ എളുപ്പമല്ലല്ലോ എന്നായിരുന്നു മത്തായിച്ചന്റെ മറുപടി. അതോടെ അഞ്ജുവിന് കൊടുക്കുന്ന ഷെയർ എമൗണ്ട് കൂട്ടാം എന്ന തരത്തിൽ ജോർജ് കുട്ടി പറഞ്ഞു. താനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മത്തായിച്ചൻ ഇറങ്ങി. പക്ഷേ ജോർജ് കുട്ടിയുടെ ആ പറച്ചിൽ കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരിയായ
ഭാര്യയായ മകളനുവിന് തീരെ പിടിച്ചില്ല. മകളനു സ്ത്രീധനം കൊടുത്തുള്ള ആ കല്യാണത്തെ ചോദ്യം ചെയ്തു. ഒടുവിൽ അനു പറയുന്നതാണ് ശരിയെന്ന് ജോർജ് കുട്ടിക്കും തോന്നി. ആ ആലോചന വേണ്ടെന്ന് വെക്കാൻ ജോർജ് കുട്ടി തീരുമാനിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കല്യാണങ്ങൾ മാറിപ്പോകുന്നതും ആളുകൾ മുടക്കുന്നതുമൊക്കെ റാണിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ജോർജ് കുട്ടി റാണിയെ ആശ്വസിപ്പിച്ചു. പിന്നീട് ജോർജ് കുട്ടിയും റാണിയും സൈക്യാട്രിക് ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ ആവശ്യപ്പെട്ടതിന് പ്രകാരമായിരുന്നു അത്. ഡോക്ടർ അന്ന് ജോർജ് കുട്ടിയോട് പറഞ്ഞു, അഞ്ജുവും അനുവും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കേസിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണെന്നും അവരുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ സാധിക്കുള്ളൂവെന്നും അവർ മുതിർന്ന കുട്ടികളല്ലേ, നിങ്ങളൊരു ഷോർട്ട് ട്രിപ്പൊക്കെ പോയി ഒക്കെ ക്ലിയർ ചെയ്യൂ എന്നും ഡോക്ടർ പറഞ്ഞു. അത് വേണമെന്ന് ജോർജ് കുട്ടിക്കും തോന്നി. അങ്ങനെ ജോർജ് കുട്ടി ചെറിയൊരു ട്രിപ്പ് പോയി. കേസിന്റെ കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി തന്റെ അഡ്വക്കറ്റിനെയും വിളിച്ചു വരുത്തി. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. മക്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും കേസിനെ പറ്റിയുണ്ടെങ്കിൽ അഡ്വക്കറ്റിനോട് ചോദിക്കാം എന്ന് ജോർജ് കുട്ടി പറഞ്ഞു. തങ്ങളുടെ സംശയങ്ങൾ അവരോരോന്നായി ചോദിച്ചു തുടങ്ങി. അഞ്ജു ചോദിച്ചു, ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, ഈ കേസ് എന്തായി, ഇത് അവസാനിച്ചോ എന്നറിഞ്ഞാ മതി. അഡ്വക്കറ്റ് പറഞ്ഞു, ടെക്നിക്കലി ഈ കേസ് അങ്ങനെ അവസാനിച്ചിട്ടില്ല, പക്ഷേ പ്രാക്ടിക്കലി അവസാനിച്ചു. ഈ കേസും തെളിയാത്ത കേസുകളുടെ പട്ടികയിൽ വരും. അങ്ങനെ ഒരുപാട് കേസുണ്ടല്ലോ. ആ പയ്യന്റെ ഫാമിലി മുമ്പ് ഈ കേസ് നന്നായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടത് കിട്ടിയപ്പോ അഡ്വക്കറ്റ് ഒന്ന് നിർത്തി. കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമായി. ഇനിയിപ്പോ ആരും അതിന്റെ പിന്നാലെ നടക്കാനില്ലല്ലോ എന്നും അഡ്വക്കറ്റ് എടുത്തു പറഞ്ഞു. കൂട്ടത്തിൽ അവരുടെ സംശയം മാറ്റിക്കൊടുക്കാൻ അഡ്വക്കറ്റ് ഒരു കാര്യം വ്യക്തമാക്കി. പോലീസിനെ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ കേസിൽ മുന്നോട്ട് പോവാൻ സാധിക്കില്ല. കോടതിയിൽ വരേണ്ട DNA അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത് എന്ന് തെളിയിക്കപ്പെട്ടതാണല്ലോ. പോലീസിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും ബാക്കി റിമൈൻസ് കിട്ടണം. എന്നിരുന്നാൽ വരെ അത് നിങ്ങളുടെ കുടുംബവുമായി കണക്ട് ചെയ്യുന്ന സ്ട്രോങ് സാഹചര്യ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ കേസ് മുന്നോട്ട് പോകൂ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് എപ്പോഴേ അത് ഉപയോഗിച്ചേനെ. ഈ കേസ് അവസാനിച്ചു. ആ സമയം അനു ഒരു കാര്യം സൂചിപ്പിച്ചു, ഇപ്പോ സോഷ്യൽ മീഡിയയില് നമുക്കെതിരായിട്ടൊരു പ്രൊപ്പഗണ്ട നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ സീസണലല്ലേ, ഓരോന്നും മാറി വരും എന്നായിരുന്നു അഡ്വക്കറ്റ് പറഞ്ഞത്. അവരോടൊക്കെ വിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറഞ്ഞ് അഡ്വക്കറ്റ് അവിടെ നിന്നിറങ്ങാൻ തുടങ്ങി. പോകുമ്പോ അഡ്വക്കറ്റ് ജോർജ് കുട്ടിയോട് മാത്രമായി ചോദിച്ചു, ഈ ആസിഡിന്റെ കാര്യം എന്താ മക്കളോട് പറയാത്തത്? ജോർജ് കുട്ടി പറഞ്ഞു, പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ, അവരുടെ ചിന്താഗതികളൊക്കെ മാറിത്തുടങ്ങി. അവരെ രക്ഷിക്കാനാണെങ്കിലും അവരുടെ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ അവരുടെ അച്ഛൻ ഒരു ക്രിമിനലാണ് എന്നവർ ചിന്തിച്ചാലോ? ജോർജ് കുട്ടി അത് പറഞ്ഞതും വക്കീൽ ജോർജ് കുട്ടിയെ തിരുത്തി. അങ്ങനൊന്നുമില്ലെന്ന് പറഞ്ഞു. മറുവശത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ യാമി റോണിക്കൊപ്പം ചേർന്ന് ജോർജ് കുട്ടി കേസിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പണ്ട് അവരുടെ അയൽക്കാരായി വന്ന് വിവരം ചോർത്താൻ നിന്ന സാബുവിനെ യാമിയും റോണിയും ചെന്ന് കണ്ടു. വിവരങ്ങൾ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു. സാബുവും ഭാര്യയും ഇപ്പോൾ രണ്ടു വശത്താണ്. സാബു സസ്പെൻഷനിലുമാണ്. മറ്റൊരു കേസിൽപ്പെട്ട് തനിക്കെന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ തനിക്കറിയാവുന്നത് പറയാം എന്ന് സാബു പറഞ്ഞു. ഇതിനിടയിലാണ് മറ്റൊരു പ്രശ്നമുണ്ടാകുന്നത്. ജോർജ് കുട്ടിയുടെ സിനിമ യൂട്യൂബിൽ വന്നു. അതിനെതിരെ DGPക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ നായകനായ ഹരികുമാറിനൊപ്പം ജോർജ് കുട്ടി തീരുമാനിച്ചു. അതിനായി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് പോകണം. ഇതിനിടയിൽ യാമിയാകട്ടെ DYSP ഫിലിപ്പ് മാത്യുവിനെ കാണുകയായിരുന്നു. ഫിലിപ്പ് മാത്യുവിനടുക്കൽ ജോർജ് കുട്ടി കേസിന്റെ ബാക്കി കാര്യങ്ങളെപ്പറ്റി യാമി ചോദിക്കാൻ തുടങ്ങി. ഫോറൻസിക് ലാബിൽ നിന്നും അസ്ഥിയുമെടുത്ത് ജോർജ് കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്ന് പോലീസിന് മൊബൈലൊക്കെ ട്രാക്ക് ചെയ്താൽ മനസ്സിലാവില്ലേ? അപ്പോൾ അതിന്റെ റിമൈൻസ് കണ്ടെത്താൻ പറ്റില്ലേ എന്നായിരുന്നു യാമിയുടെ ചോദ്യം. ഫിലിപ്പ് മാത്യു പറഞ്ഞു, ശരിയാണ്, പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് മണിമല ഭാഗത്തേക്ക് അയാൾ അന്ന് പോയത്. അവിടെ പൊന്തമ്പുഴ ഫോറസ്റ്റിന്റെ ഭാഗത്ത് അയാൾ 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടക്കയം കുട്ടിക്കാനം വഴി തിരികെ രാജാക്കാട് എത്തി. അപ്പൊ ആ ഫോറസ്റ്റിലായിരിക്കും അയാൾ അസ്ഥി ഉപേക്ഷിച്ചതല്ലേ? ചിലപ്പോ ആവാം, ചിലപ്പോ പോലീസിനെ കബളിപ്പിക്കുന്നതുമാകാം. ജോർജ് കുട്ടി മുമ്പ് അത് ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു DYSP പറഞ്ഞത്. ഗീതാ പ്രഭാകർ ഈ കേസിൽ നിന്ന് പിന്മാറിയെന്നൊരു ടോക്കുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല, അവരിപ്പോഴുമുണ്ട്, ഞങ്ങൾക്കതിനെപ്പറ്റി അറിവില്ല എന്ന് DYSP പറഞ്ഞു. ഉടൻ യാമിയുടെ ചോദ്യം വന്നു, വരന്റെ ശേഷക്രിയ ചെയ്യാനുള്ള ബോഡി റിമൈൻസ് അതവർക്കപ്പോ എവിടുന്ന് കിട്ടി സാർ? DYSP ഒന്ന് ഞെട്ടി യാമിയെ നോക്കി. യാമി പറഞ്ഞു, ചെറിയ ലോകമല്ലേ, ആളുകൾ സംസാരിക്കൂലോ. കഥ അവിടെ നിന്നും വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു. ജോർജ് കുട്ടി തിരുവനന്തപുരം പോവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് മത്തായിച്ചൻ വരുന്നത്. പുതിയ 2 കല്യാണാലോചനകൾ കൊണ്ടുവന്നിരുന്നു. ഒന്ന് തൊടുപുഴയെന്നും ഒന്ന് പാലയെന്നും. തൊടുപുഴക്കാർ ഓസ്ട്രേലിയക്കാരാണ്, നല്ല ആളുകളും. പക്ഷേ ജോർജ് കുട്ടിക്ക് മകളെ വിദേശത്തേക്ക് അയക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാലയിലെ കാര്യം റാണിയുമായി സംസാരിക്കുന്നു പറഞ്ഞ് ജോർജ് കുട്ടി പുറപ്പെട്ടു.
അങ്ങനെ ഒടുവിൽ അടുത്ത ദിവസം ജോർജ് കുട്ടി DGP ഓഫീസിലെത്തി. അവിടെ കാത്തിരിക്കുമ്പോ അങ്ങോട്ടേക്ക് മുൻ CI ആയിരുന്ന സുരേഷ് ബാബു കടന്നു വന്നു. ജോർജ് കുട്ടിക്കെതിരെയുള്ള കേസ് നടക്കുന്ന ആദ്യകാലത്തിൽ ആ സ്റ്റേഷന്റെ അധികാരി സുരേഷ് ബാബു ആയിരുന്നു. അന്ന് സഹദേവൻ ജോർജ് കുട്ടിയെ ദ്രോഹിക്കുന്നതാണെന്ന് ചിന്തിച്ച് ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിന്നതിന്റെ പേരിൽ അയാൾ പിന്നീട് ക്രൂശിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ മകളുടെ വിദ്യാഭ്യാസവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോ അദ്ദേഹം VRS എടുത്തു. ഇപ്പോൾ അതിന്റെ പേപ്പറുകളുടെ ചില കാര്യത്തിന് DGPയെ കാണാൻ എത്തിയതാണ്. ജോർജ് കുട്ടിയുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. അന്ന് സുരേഷ് ബാബു പറഞ്ഞു, ശരിക്കും അത് ഒരു സെൽഫ് ഡിഫൻസ് കാരണം സംഭവിച്ചതായിരുന്നില്ലേ? പിന്നെതാ നിങ്ങൾ എന്റെ അടുത്ത് വരാതിരുന്നേ? ഓ, IG ഗീതാ പ്രഭാകർ മേഡമല്ലേ? ശരിയാണ്, അവർ വിചാരിച്ചെങ്കിൽ എന്തും മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളറിയാവുന്ന ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. സുരേഷ് ബാബു അത് പറഞ്ഞിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നായകൻ ഹരികുമാർ വന്നു. അതോടെ ജോർജ് കുട്ടി എഴുന്നേറ്റു. എന്താവശ്യമുണ്ടെങ്കിലും സാറിന് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് DGPയെ കാണുവാൻ ഹരികുമാറിനൊപ്പം ജോർജ് കുട്ടി DGPയുടെ മുറിയിലേക്ക് കയറി. അടുത്ത ദിവസം തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോ രാജൻ ജോർജ് കുട്ടിയെ കാണാനെത്തി. പാലയിലെ കല്യാണത്തെപ്പറ്റി രാജനെ അന്വേഷിക്കാൻ ജോർജ് കുട്ടി ഏർപ്പാടാക്കിയിരുന്നു. നല്ല കുടുംബമാണെന്നാണ് രാജൻ വന്ന് പറഞ്ഞത്. അപ്പോഴാണ് ജോർജ് കുട്ടിയുടെ ചലച്ചിത്രത്തിന്റെ ഡയറക്ടർ വന്നത്. പടം വലിയ വിജയമായതോടെ അദ്ദേഹത്തിന്റെ അടുത്ത പടം ഓണായിരുന്നു. അതറിയിക്കാനായി എത്തിയതാണ്. ജോർജ് കുട്ടി അനീഷ് രാജിനോടൊരു സഹായം ചോദിച്ചു. സുരേഷ് ബാബുവിന്റെ മകന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അക്കാര്യം ജോർജ് കുട്ടിയോട് അദ്ദേഹം കണ്ടപ്പോ സൂചിപ്പിച്ചതുമാണ്. അതായിരുന്നു അനീഷിനടുക്കൽ ജോർജ് കുട്ടി ആവശ്യപ്പെട്ടത്. അനീഷ് അത് സമ്മതിച്ചപ്പോ ജോർജ് കുട്ടി സുരേഷ് ബാബുവിനെ വിളിച്ച് മകനടുക്കൽ അനീഷിനെ പോയി കാണാൻ പറഞ്ഞു. പിന്നെയും എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാൽ മതിയെന്ന് കൂട്ടിച്ചേർത്തു. റാണി ജോർജ് കുട്ടിക്കടുത്ത് വന്ന് സംസാരിച്ചു. പാലയിലെ ആ കല്യാണാലോചനയിൽ നിന്നും ജോർജ് കുട്ടി ഒഴിഞ്ഞു മാറി. കാരണം ആ കുടുംബത്തിന് ഒരു പോലീസ് കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. റാണിയും ജോർജ് കുട്ടിയും തമ്മിൽ പിന്നെയും സംഭാഷണങ്ങൾ നടന്നു. പ്രധാനമായും അഞ്ജുവിന് വിദേശത്തേക്ക് കല്യാണം ആലോചിക്കാത്ത കാര്യം റാണി എടുത്തു ചോദിച്ചു. അത് തെറ്റാണെന്നും അതുകൊണ്ട് നല്ല കുറെ ആലോചനകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു എന്ന് റാണി എടുത്തു പറഞ്ഞു. കൂട്ടത്തിൽ അനു വിദേശത്ത് പോയി സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ജോർജ് കുട്ടിയോട് പറഞ്ഞിരുന്നു. പക്ഷെ ജോർജ് കുട്ടി അത് വേണ്ടെന്ന് പറയുകയായിരുന്നു ചെയ്തത്. ഇതൊന്നും ശരിയല്ല എന്നായിരുന്നു റാണിയുടെ വാദം. തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് റാണി വ്യക്തമാക്കി. ജോർജ് കുട്ടി റാണി പറയുന്നത് അത്രയും കേട്ടു. അഞ്ജുവിന്റെ കാര്യത്തിൽ മാറ്റി ചിന്തിക്കാമെങ്കിലും ഇളയമകൾ അനുവിന് പിടപ്പ് കൂടുതലാണെന്നും അതുകൊണ്ട് അവളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നുമായിരുന്നു ജോർജ് കുട്ടി പറഞ്ഞത്. ജോർജ് കുട്ടി പിന്നെ സിറ്റൗട്ടിൽ നിൽക്കുമ്പോ തന്റെ പറമ്പിൽ ഒരു ടോർച്ച് ലൈറ്റ് മിന്നിമായുന്നത് അയാൾ ശ്രദ്ധിച്ചു. അടുത്ത ദിവസം ജോർജ് കുട്ടിയെ കാണുവാൻ വേണ്ടി ജോർജ് കുട്ടിക്കെതിരെ സാക്ഷി പറഞ്ഞ ജോസും ജോസിന്റെ ഭാര്യ മേരിയും വന്നു. ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമെതിരെ താൻ സാക്ഷി പറഞ്ഞത് വലിയ തെറ്റായിപ്പോയെന്നും അന്ന് അതിനു വേണ്ടി നേടിയ പണം കൊണ്ട് തനിക്കൊരു ഗുണമുണ്ടായില്ലെന്നും എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത് എന്നും പറഞ്ഞ ജോർജ് കുട്ടിയോട് മാപ്പപേക്ഷിച്ചു. പക്ഷേ ജോസ് കണ്ട കാര്യമല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു ദേഷ്യവുമില്ല, ഞങ്ങൾ നിങ്ങളെ ശപിച്ചിട്ടുമില്ല എന്നുമായിരുന്നു ജോർജ് കുട്ടി പറഞ്ഞത്. മേരി പറഞ്ഞു, ഞങ്ങൾ ഈ അടുത്തൊരു ധ്യാനത്തിന് പോയിരുന്നു. അപ്പോ അവിടെ കൗൺസിൽ ചെയ്ത അച്ഛനാ പറഞ്ഞത് ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ ശാപമുണ്ടെന്ന്. ജോർജ് കുട്ടി അവരെ ആശ്വസിപ്പിച്ചു. ജോസ് സത്യത്തിൽ അന്ന് എന്നെ സഹായിക്കുക ചെയ്തേ. ജോസ് അന്നത് ചെയ്തേം കൊണ്ട് ഞങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമായി. സംസാരത്തിനിടയിൽ ജോസ് ടൗണിൽ ഒരു ബേക്കറി നടത്തുകയാണെന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല എന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലായി. ജോർജ് കുട്ടി അവരെ സാമ്പത്തികമായി സഹായിച്ചു. നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. യാമിയും റോണിയും ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അടുത്തൊരു കല്യാണാലോചന വരികയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പണ്ട് ജോർജ് കുട്ടിയെ സഹായിച്ച കുഴിവെട്ടുകാരൻ പത്രോസിന്റെ മകൾ ജോർജ് കുട്ടിയെ കാണാനെത്തുന്നത്. ജോർജ് കുട്ടിയെയും കുടുംബത്തെയും തന്റെ കല്യാണം ക്ഷണിക്കാനെത്തിയതായിരുന്നു അവർ. അവളിപ്പോൾ സൗദിയിൽ നേഴ്സാണ്. ജോർജ് കുട്ടിയുടെ സഹായത്താലാണ് അവരൊക്കെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിന്റെ നന്ദി അവർക്കുണ്ടായിരുന്നു. അന്ന് പത്രോസിന്റെ മകൾ ശ്രേയ ജോർജ് കുട്ടിയുടെ വീട് വിട്ട് പുറത്തിറങ്ങിയപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്ന യാമിയും റോണിയും കൂടി അവളെ പിന്തുടർന്നു. ശ്രേയക്കൊപ്പം ബസ്സിൽ കയറി യാമി സംസാരിച്ചു, പരിചയം ഭാവിച്ചു. അതിൽ നിന്നും അവളുടെ വീട് മണിമലയിലാണെന്നും പൊന്തമ്പുഴ ഫോറസ്റ്റിന് അടുത്താണെന്നും യാമി മനസ്സിലാക്കി. യാമിക്ക് കിട്ടിയ ഒരു ലീഡായിരുന്നു അത്. അടുത്ത ദിവസം മത്തായച്ചൻ വീണ്ടും ജോർജ് കുട്ടിയെ കാണാൻ വന്നു. മുമ്പൊരു കല്യാണത്തിൽ നിന്ന് പിന്മാറിയ ഒരു ടീമിനെ താൻ കണ്ടുവെന്നും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നുമായിരുന്നു മത്തായച്ചൻ വ്യക്തമാക്കിയത്. ആരും അവരെ പെണ്ണ് കണ്ട് പോയ ശേഷം ഫോൺ വിളിച്ചു. പെണ്ണിന് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും അവളുടെ ദേഹത്ത് തൊട്ട അവൾ വയലന്റ് ആകുമെന്നും അങ്ങനെയാണ് പഴയ ആ പയ്യനെ തട്ടിയത് എന്നുമൊക്കെയാണത്രേ പറഞ്ഞത്. ജോർജ് കുട്ടിയും റാണിയും അത് കേട്ടാകെ ഷോക്കായി. ആരോ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിയതും ജോർജ് കുട്ടി പഴയ സുരേഷ് ബാബു സാറിനെ കണ്ട് അതിനെപ്പറ്റി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിന്റെ സഹായത്തോടെ കല്യാണം മുടക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്താൻ ശ്രമം തുടങ്ങി. കല്യാണം മുടക്കാനുള്ള കോള് വന്ന ഫോൺ ബേസ് ചെയ്ത് നടത്തിയ അന്വേഷണം ചെന്നു നിന്നതാകട്ടെ ജോർജ് കുട്ടിയുടെ കൂടെ തന്നെ നടന്നിരുന്ന രാജന്റെ വീട്ടിലേക്കായിരുന്നു. രാജനും ഭാര്യ ശാന്തിയും ചേർന്നിട്ടായിരുന്നു
കല്യാണമൊക്കെ മുടക്കിക്കൊണ്ടിരുന്നത്. ജോർജ് കുട്ടി രാജനെ കടന്നു പിടിച്ചു. പക്ഷേ ശാന്തി ചില കാര്യങ്ങൾ പറഞ്ഞു. മുമ്പ് ജോർജ് കുട്ടിയെ സഹായിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ രാജന് കടുത്ത വ്യക്തിപരമായ തകർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും തന്നെ നേരിടേണ്ടി വന്നു. മകളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടു. ഒടുവിൽ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ അവളുടെ സംസാരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു. രാജന്റെ ഈ ദുരവസ്ഥ കണ്ടിട്ടും അന്നൊന്നും ജോർജ് കുട്ടി തിരിഞ്ഞുപോലും നോക്കിയില്ല. ആ ചിന്ത രാജനിൽ അദ്ദേഹത്തോട് കടുത്ത വിദ്വേഷമായി മാറി. അങ്ങനാണ് ജോർജ് കുട്ടിയുടെ കൂടെ തന്നെ നിന്ന് രാജൻ ജോർജ് കുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ജോർജ് കുട്ടിക്ക് ആ കാര്യത്തിൽ കുറ്റബോധം തോന്നി. കൂടെയുള്ളവരെ താൻ മറക്കാൻ പാടില്ലായിരുന്നു എന്ന് ജോർജ് കുട്ടി പിന്നീട് സുരേഷ് ബാബുവിനെ കണ്ടു പറഞ്ഞു. സുരേഷ് ബാബു ജോർജ് കുട്ടിയെ ആശ്വസിപ്പിച്ചു. മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുകൾ പറ്റുമെന്നും ജോർജ് കുട്ടി അതോർത്ത് വിഷമിക്കരുതെന്നും പറഞ്ഞു. പക്ഷേ ജോർജ് കുട്ടി അപ്പോഴാണ് തന്റെ പിന്നാലെ ആരോ ഉണ്ട് എന്നുള്ള തന്റെ ഇൻഡ്യൂഷൻ വെളിപ്പെടുത്തുന്നത്. സുരേഷ് ബാബു അത് കേട്ട് ഞെട്ടിയിരുന്നു. വീട്ടിലെത്തിയിട്ടും ജോർജ് കുട്ടി ഒരു സമാധാനമില്ലാതിരിക്കുകയാണ്. റാണി പക്ഷേ ഒക്കെ മനസ്സിലാക്കി ജോർജ് കുട്ടിയെ ആശ്വസിപ്പിച്ചു. സംസാരമധ്യേ തലേദിവസം രാത്രിയിൽ തങ്ങളുടെ വാഴത്തോട്ടത്തിൽ ഒരു ടോർച്ച് വെളിച്ചം കണ്ട കാര്യവും റാണി സൂചിപ്പിച്ചു. റാണിക്ക് അതിൽ പേടിയുണ്ട് എന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി അത് സ്വാഭാവികമാണെന്ന മട്ടിൽ റാണിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം തന്റെ തോട്ടത്തിൽ രാത്രി പോയി പരിശോധിച്ചു. ആ സമയത്ത് തോട്ടത്തിൽ ആരോ ഒരു കുഴിയെടുത്ത് അത് ചപ്പുകൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് ജോർജ് കുട്ടി ശ്രദ്ധിച്ചു. പെട്ടെന്ന് റാണി വിളിച്ചതുകൊണ്ട് ആ കുഴി പഴയ പോലെ മൂടിയിട്ട് ജോർജ് കുട്ടി തിരികെ പോയി. ആ സമയം അവിടെ മറഞ്ഞു നിന്നിരുന്ന വ്യക്തി പുറത്തേക്ക് വന്നു. അത് സഹദേവനായിരുന്നു. ജോർജ് കുട്ടി കാരണം പണ്ട് ജോലി പോയ അതേ സഹദേവൻ. അടുത്ത ദിവസം ജോർജ് കുട്ടി മത്തായിച്ചനെ വിളിച്ചു വരുത്തി. ആരോ തന്റെ പിന്നാലുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകണം തന്റെ മകൾക്ക് വിദേശത്തു നിന്നും കല്യാണം ആലോചിച്ചോളാൻ ജോർജ് കുട്ടി പറഞ്ഞു. കൂട്ടത്തിൽ ഇളയ മകൾ അനുവിന് വിദേശത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണമെങ്കിൽ അതും ആയിക്കോട്ടെ എന്ന കാര്യം റാണിയോട് പറയുകയും ചെയ്തു. ജോർജ് കുട്ടിയുടെ ആ മനംമാറ്റത്തിൽ റാണിക്ക് സന്തോഷം തോന്നി. അന്ന് രാത്രി എറണാകുളം പോകണമെന്ന് പറഞ്ഞിറങ്ങിയ ജോർജ് കുട്ടി രാത്രിയിൽ തന്റെ പറമ്പിലേക്ക് വന്ന് കുഴി കണ്ട ഭാഗത്ത് കുഴിച്ചു നോക്കി. അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന കാര്യം ഉറപ്പിച്ചു. വീണ്ടും ആ കുഴി പഴയ പോലെ മൂടി. ഇതിനിടയിൽ യാമിയാകട്ടെ മണിമലയിലുള്ള ശ്രേയയുടെ പിന്നാലെ പോയിരുന്നു. അവൾ ഇവിടെ താമസിക്കുന്നത് എന്നെല്ലാം യാമി മനസ്സിലാക്കി. പിന്നാലെ അവൾ തന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യാമി യാഥാർത്ഥ്യത്തിൽ സഹദേവന്റെ മകളായിരുന്നു. അടുത്ത ദിവസം അവൾ സൈക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടു. ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. തനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ഫിസിക്കലാവാൻ ശ്രമിച്ചപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ താൻ അവനെ ഉപദ്രവിച്ചുവെന്നും അതുകൊണ്ട് തന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി എന്ന തരത്തിലും ഒരു കഥയുണ്ടാക്കി അവൾ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അവൾക്കെടുക്കൽ മറുപടി നൽകി. ഇതിനെ ഫീമെയിൽ സെക്ഷൽ അവേഷൻ, സെക്ഷൽ ഫ്രിജിഡിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഫിസിക്കലായതും സൈക്കോളജിക്കലുമായ ഫാക്ടേഴ്സ് കൊണ്ട് ഇത് സംഭവിക്കാം. ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമയോ മറ്റോ യാമിനിക്കുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. അങ്ങനെ വെച്ചാൽ തനിക്കറിയില്ലെന്നും പക്ഷേ യൂട്യൂബില് ജോർജ് കുട്ടിയുടെ കുടുംബത്തെപ്പറ്റി ഒരു സ്റ്റോറി കണ്ടുവെന്നും അതിലെ അഞ്ജുവിനും ഇതേ അവസ്ഥയായിരുന്നുവെന്നും അഞ്ജു അങ്ങനെയാണ് ആ പയ്യനെ കൊന്നത് എന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞതെന്നും അത് കണ്ടപ്പോൾ മുതലാണ് തനിക്ക് പേടിയായത് എന്നും യാമിനി പറഞ്ഞു വെച്ചു. യാമിനിയുടെ ആ പറച്ചിലും പെരുമാറ്റത്തിലും ഡോക്ടർക്ക് സംശയം തോന്നിയിരുന്നു. മറുവശത്ത് അഞ്ജുവിന് മത്തായിച്ചൻ ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു എംടെക്കുകാരൻ, പേര് അവിറ. നല്ല കുടുംബമാണ്. ദുബായിൽ അവിറ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. അവിറയ്ക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കേൾവിക്കുറവുണ്ടായിരുന്നതുകൊണ്ടാണ് അത്. ഒരു അപകടം സംഭവിച്ചപ്പോൾ വെച്ചതാണ്. പക്ഷേ ജോർജ് കുട്ടി എന്നിട്ടും അവരെ പറ്റി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് കല്യാണം മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. അവിറയുടെ ആ കുറവ് അഞ്ജുവും കാര്യമായി പരിഗണിച്ചതേയില്ല. മറുവശത്ത് സാബു പോയി IG തോമസ് ബാസ്റ്റിനെ കണ്ടു. ജോർജ് കുട്ടി കേസിലെ സഹദേവൻ തന്നെ കാണാൻ വന്നതായും അയാൾ സ്വകാര്യമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യവും ബാസ്റ്റിനെടുക്കൽ സാബു വെളിപ്പെടുത്തി. അടുത്ത ദിവസം അവിറയും കുടുംബവും പെണ്ണ് കാണാനെത്തി. എല്ലാവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. മറുവശത്ത് ശ്രേയ എന്ന വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ വീട്ടിൽ യാമിനി ഉണ്ടായിരുന്നു. സഹദേവനും യാമിനിയും വന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നും റേഡിയേറ്റർ ചൂടായപ്പോ വെള്ളമൊഴിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ വന്നതാണ് എന്നുമായിരുന്നു യാമിനി ശ്രേയയോട് പറഞ്ഞത്. പക്ഷേ അത്ര നാളുകൾ കഴിഞ്ഞിട്ടും ബസ്സിലുള്ള ഒരൊറ്റ പരിചയം വെച്ച് യാമിനി തന്റെ പേരോർത്തു വെച്ചതിൽ ശ്രേയക്ക് സംശയം തോന്നി. പിന്നാലെ പത്രോസ് തന്നെ ജോർജ് കുട്ടിയെ കാണണം എന്നാവശ്യപ്പെട്ടു. ശ്രേയ അത് ജോർജ് കുട്ടിക്ക് മെസ്സേജ് അയച്ചു. ജോർജ് കുട്ടി അങ്ങനെ ശ്രേയയെയും പത്രോസിനെയും കാണാൻ ചെന്നു. യാമിനിയും അച്ഛനും തങ്ങളെ കാണാൻ വന്ന കാര്യവും അതിൽ തോന്നിയ സംശയങ്ങളും തങ്ങളെപ്പറ്റി അടുത്ത വീടുകളിൽ അന്വേഷിച്ചു എന്ന കാര്യവും അവർ ജോർജ് കുട്ടിയോട് പറഞ്ഞു. ജോർജ് കുട്ടിക്കും വലിയ സംശയം തോന്നി. ഇതേസമയം യാമിനിയും സഹദേവനും ചേർന്ന് ശ്രേയയെയും പത്രോസിനെയും പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അന്വേഷണത്തിൽ പത്രോസ് പണ്ട് പള്ളിയിലെ കുഴിവെട്ടുകാരനായിരുന്നു എന്ന കാര്യം സഹദേവൻ തിരിച്ചറിഞ്ഞു. അവർ അവിടം വിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. അങ്ങനെയിരിക്കെ ഒരു പോലീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ പോലീസ് മീറ്റിംഗിന്റെ അന്ന് വെച്ച് IG തോമസ് ബാസ്റ്റ്യൻ DYSP ഫിലിപ്പ് മാത്യുവുമായി സംസാരിച്ചു. വരുൺ കേസിലെ സഹദേവനെ പറ്റി തിരക്കി. പക്ഷെ
പക്ഷെ സഹദേവനെ പറ്റി തനിക്കധികമൊന്നും അറിയില്ല എന്നായിരുന്നു ഡിവൈഎസ്പി പറഞ്ഞത്. CI ആന്റണിക്ക് അറിയാമായിരിക്കും എന്ന് ഡിവൈഎസ്പി സൂചിപ്പിച്ചപ്പോ ആന്റണിയെ വിളിച്ച് തോമസ് ബാസ്റ്റ്യൻ സംസാരിച്ചു. സഹദേവൻ ഇപ്പോ സ്ഥലക്കച്ചവടവും വണ്ടിക്കച്ചവടവും ഒക്കെ നടക്കുവാണെന്നും നല്ല കുടിയാണെന്നുമാണ് അറിഞ്ഞത് എന്നായിരുന്നു CI ആന്റണി പറഞ്ഞത്. അതോടെ സഹദേവനെ പറ്റി മുഴുവൻ ഡീറ്റെയിൽസും അന്വേഷിച്ച് എത്രയും വേഗം ഫയൽ തനിക്ക് തരണം എന്ന് തോമസ് ബാസ്റ്റ്യൻ CIയോട് ആവശ്യപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ജോർജ് കുട്ടിയും കുടുംബവും അവരയുടെ വീട് സന്ദർശിച്ചു. കൊട്ടാര സമാനമായ വീട്. പരസ്പരമുള്ള ഇടപെടലിലും സംസാരത്തിലും രണ്ടു കുടുംബങ്ങൾക്കും ബോധ്യം വന്നു. കല്യാണം പെട്ടെന്ന് നടത്താം എന്നൊരു തീരുമാനത്തിലേക്കും അവരെത്തി. പക്ഷേ ജോർജ് കുട്ടിയും കുടുംബവും ആ കുടുംബത്തിൽ നിന്നിറങ്ങുമ്പോൾ അവിടെ പുറത്ത് സഹദേവനും രാജനും സഹദേവന്റെ ജീപ്പിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവർ ജോർജ് കുട്ടിയും കുടുംബവും പോകുന്നത് നോക്കി നിന്നു. അടുത്ത ദിവസം ജോർജ് കുട്ടിക്ക് അവരയുടെ ഫാദറിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. രണ്ടുപേർ അവിടെ കല്യാണം മുടക്കാൻ വന്നെന്നും താൻ നല്ലത് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അവർ ആ സമയം എടുത്ത ഫോട്ടോയും ജോർജ് കുട്ടിക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു. അതിലൊരു ജീപ്പും രാജനും മാത്രമേ പെട്ടിരുന്നുള്ളൂ. ജീപ്പിന്റെ നമ്പർ ജോർജ് കുട്ടി സൂം ചെയ്തു നോക്കി. ഇതേസമയം മറുവശത്ത് സഹദേവനാകട്ടെ അഞ്ചു കണ്ടിരുന്ന ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കഴുത്തിൽ കത്തിവെച്ച് അഞ്ജുവിന്റെ മെഡിക്കൽ ഫയൽ മേടിച്ചെടുത്തു. പിന്നാലെ ഇതിനെപ്പറ്റി മറ്റാരോടും പറയരുതെന്നും അങ്ങനെന്തെങ്കിലും സംഭവിച്ച ഡോക്ടറുടെ മകളെ താൻ കൊന്നുകളയും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു സഹദേവൻ പോയത്. ഭയന്നുപോയ ഡോക്ടർ സഹദേവൻ പോയതിന് പിന്നാലെ ജോർജ് കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് സാബു വന്നു. കല്യാണം മുടക്കാൻ വന്ന വ്യക്തിയുടെ ജീപ്പിനെ പറ്റി അന്വേഷിക്കാൻ സാബുവിനെ ജോർജ് കുട്ടി ഏർപ്പാടാക്കിയിരുന്നു. അന്വേഷണത്തിൽ അത് വിറ്റ് കൈമറിഞ്ഞു പോയ വണ്ടിയാണെന്നും ഒടുവിൽ അത് വാങ്ങിയിരിക്കുന്നത് കോതമംഗലത്തുള്ള ഒരു സഹദേവനാണെന്നും ജോർജ് കുട്ടി മനസ്സിലാക്കി. ഞെട്ടലോടെ ആ പേര് കേട്ടതും ആ അഡ്രസ്സിലേക്ക് ജോർജ് കുട്ടി പുറപ്പെട്ടു. ജോർജ് കുട്ടി ആ വീട്ടിൽ എത്തിച്ചേർന്നപ്പോ സഹദേവൻ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ സഹദേവന്റെ മകൾ യാമിയെയും ജോർജ് കുട്ടി ഞെട്ടലോടെ തന്നെ നോക്കിക്കണ്ടു. സഹദേവനും മകൾ യാമിയുമാണ് തന്റെ പിന്നാലെയുള്ളത് എന്ന് ജോർജ് കുട്ടി മനസ്സിലാക്കി. സഹദേവൻ അടുക്കൽ പോയി തന്നെയും കുടുംബത്തെയും ദ്രോഹിക്കരുത് എന്ന് ജോർജ് കുട്ടി അപേക്ഷിച്ചെങ്കിലും സഹദേവൻ വലിയ ദേഷ്യത്തിലായിരുന്നു. നീ മോളുടെ കല്യാണം കഴിച്ചയച്ച് സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണട്ടെ എന്ന മട്ടിൽ സഹദേവൻ ജോർജ് കുട്ടിയെ വെല്ലുവിളിച്ചു. ജോർജ് കുട്ടി സുരേഷ് ബാബുവിനെ കണ്ട് സഹദേവന്റെ നീക്കങ്ങൾ അറിയാൻ അവരുടെ ഫോൺ കോൾ ചോർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന കാര്യം തിരക്കി. മോളുടെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും എങ്ങനെയെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയണം എന്നേ ജോർജ് കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ് ബാബു താൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. മറുവശത്ത് സഹദേവനാകട്ടെ പത്രോസിന്റെ വീട്ടിൽ പോയി അതിക്രമം കാണിച്ചു. ശ്രേയയെ ഉപദ്രവിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഒടുവിൽ പത്രോസിനെ കൊണ്ട് സഹദേവൻ സത്യങ്ങൾ പറയിപ്പിച്ചു. സഹദേവൻ പോയി കഴിഞ്ഞ് ശ്രേയെ വിളിച്ച് ജോർജ് കുട്ടിക്കടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഒച്ചയും ബഹളവും കേട്ട് നാട്ടുകാർ കൂടിയിരുന്നെന്നും ഒരാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞെന്നും ശ്രേയ പറഞ്ഞു. താനിപ്പോൾ വന്നാൽ ശരിയാവില്ലെന്നും കാര്യങ്ങൾ അത്രത്തോളം ആയ സ്ഥിതിക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനും ജോർജ് കുട്ടി നിർദ്ദേശിച്ചു. ആ കേസിന്റെ വിവരം ഡിവൈഎസ്പിയുടെ മുമ്പിലെത്തി. ഡിവൈഎസ്പി IG തോമസ് ബാസ്റ്റ്യനെ വിളിച്ച് ആ കാര്യം അറിയിച്ചു. അങ്ങനെ IG തോമസ് ബാസ്റ്റ്യനും ഡിവൈഎസ്പി ഫിലിപ്പ് മാത്യുവും ചേർന്ന് സഹദേവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവന്റെ പ്രവർത്തികൾ എന്താണെന്ന് മട്ടിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സഹദേവൻ വരുൺ കേസിന്റെ പിന്നാലെയാണെന്ന കാര്യം അവനിൽ നിന്ന് തന്നെ അവരറിഞ്ഞു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോ പറയാൻ സഹദേവൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന IG തോമസ് ബാസ്റ്റ്യൻ ആ പെൺകുട്ടിയുടെ പരാതിയിൽ സഹദേവനെതിരെ കേസെടുക്കാൻ പറഞ്ഞ് നേരെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവിടെ തന്നെ കാണാൻ പ്രഭാകർ വന്നു നിൽക്കുന്നത് ബാസ്റ്റ്യൻ കാണുന്നത്. പ്രഭാകർ തോമസ് ബാസ്റ്റ്യനോട് സംസാരിക്കാൻ കുറച്ചു സമയം ചോദിച്ചു. ഗീതയെ പ്രഭാകർ വീഡിയോ കോൾ ചെയ്തു. ഗീത ആകെ ഡിപ്രഷനിലായിപ്പോയിരുന്നു. ഗീതയുടെ അവസ്ഥ കണ്ട് ബാസ്റ്റ്യന് വലിയ വിഷമം തോന്നി. പ്രഭാകർ വിശദീകരിച്ചു. വരുണിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ നീങ്ങാത്തതുകൊണ്ടും എല്ലാവരും ഗീതയെ കൈയൊഴിഞ്ഞു എന്ന ദുഃഖത്തിലും പ്രഭാകർ പോലും ഒരു കാര്യത്തിലും ഗീതയുടെ കൂടെ നിന്നില്ല എന്ന കടുത്ത നിരാശയിലും ഗീത വിഷാദരോഗത്തിന് അടിമപ്പെട്ടു പോയി. മകന് നീതി കൊടുക്കാൻ സാധിച്ചില്ല, നീതി കിട്ടിയില്ല എന്ന ദുഃഖം ഗീതയെ വേട്ടയാടിയിരുന്നു. ഭാര്യയുടെ ഈ അവസ്ഥയിലുള്ള ആശങ്കയും ജോർജ് കുട്ടി ഇപ്പോഴും സ്വതന്ത്രനായി ജീവിക്കുന്നതിലുള്ള അമർഷവും പ്രഭാകരനെ വല്ലാതെ ചൊടിപ്പിച്ചു. ജോർജ് കുട്ടിക്കെതിരെ നീങ്ങാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് സഹദേവനെ പ്രഭാകർ നിയോഗിക്കുന്നത്. സഹദേവന് വേണ്ടി സംസാരിക്കാനാണ് പ്രഭാകർ അപ്പോൾ തോമസ് ബാസ്റ്റ്യനെ കണ്ടതും. പക്ഷേ പ്രഭാകരന്റെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിലും സഹദേവൻ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തിയാണ് എന്ന് തോമസ് ബാസ്റ്റ്യൻ തീർത്തു പറഞ്ഞു. പക്ഷേ പ്രഭാകർ സഹദേവനുണ്ടാക്കിയ ലീഡുകളുടെ കാര്യം തോമസ് ബാസ്റ്റ്യനടുക്കൽ സൂചിപ്പിച്ചു. സഹദേവന് പണം മാത്രമാണ് വേണ്ടതെന്നും ആ പണം കിട്ടിയാൽ താൻ പറയുന്നിടത്ത് സഹദേവൻ നിൽക്കുമെന്നും പ്രഭാകർ തോമസ് ബാസ്റ്റ്യൻ ഉറപ്പു നൽകി. പിന്നാലെ സഹദേവനെ ബാസ്റ്റ്യൻ വിളിപ്പിച്ചു. സഹദേവൻ എന്താണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം സഹദേവനെ കൊണ്ട് പറയിച്ചു. ആരുടെ അസ്ഥികൂടമാണ് ജോർജ് കുട്ടിക്ക് എടുത്തുകൊടുത്തത് എന്ന് പത്രോസ് പറഞ്ഞുവെന്നും വരുണിന്റെ മൃതദേഹം
ജോർജ് കുട്ടി എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്നതിന്റെ ഏകദേശ രൂപം തനിക്കുണ്ടെന്നും പറഞ്ഞ സഹദേവൻ അക്കാര്യം വിശദീകരിച്ചു. പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റിനടുത്താണ് പത്രോയുടെ വീടുള്ളത്. അവിടെ 20 സെന്റ് സ്ഥലം മേടിച്ചതും ആ വീടിന്റെ തറ കെട്ടിയതുമൊക്കെ ജോർജ് കുട്ടിയാണ്. പക്ഷെ ഒന്നിലും ജോർജ് കുട്ടിയുടെ പേരില്ല. പത്രോയുടെ പേരിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ ചെലവിലാണ് പത്രോയുടെ മകൾ നഴ്സിംഗ് പഠിച്ചത്. പക്ഷേ രേഖകളിലൊന്നും അവന്റെ പേരില്ല. വരണ്ട മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ആ വീടിന്റെ താഴെയുണ്ട് എന്നാണ് സഹദേവൻ പറയുന്നത്. പക്ഷേ തോമസ് ബാസ്റ്റ്യൻ അതിനെ എതിർത്തു. പോലീസ് ട്രാക്ക് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് ജോർജ് കുട്ടി അത് ചെയ്യില്ല എന്നായിരുന്നു തോമസ് ബാസ്റ്റ്യന്റെ വാദം. പിന്നാലെ സഹദേവനെ പറഞ്ഞയച്ച് പ്രഭാകരനടുക്കൽ തോമസ് ബാസ്റ്റ്യൻ രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യം വെളിപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുണ്ട അസ്ഥിക്കൂടം പോലീസ് കണ്ടെടുത്തു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ ജോർജ് കുട്ടി അവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് 35 ലിറ്റർ ആസിഡ് വാങ്ങിയിട്ടുണ്ട്. റബ്ബർ കർഷകർ പൊതുവെ ഒരു കൊല്ലത്തേക്ക് വാങ്ങുന്ന അത്രയും ആസിഡാണത്. ജോർജ് കുട്ടിക്ക് 4 ഏക്കർ റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് അത് വാങ്ങുന്നതിൽ സംശയിക്കാനുമില്ല. ഷീറ്റടിക്കാൻ ഒരു മാസം 4-5 ലിറ്റർ ആസിഡ് വേണ്ടി വരും. പക്ഷേ ഈ 35 ലിറ്റർ ആസിഡ് വാങ്ങിയതിനു ശേഷമുള്ള ഓരോ മാസവും ജോർജ് കുട്ടി 5 ലിറ്റർ ആസിഡ് വീതം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോ എന്തിനായിരിക്കും അയാൾ 35 ലിറ്റർ വാങ്ങിയിട്ടുണ്ടാവുക? ബാസ്റ്റിന്റെ ചോദ്യത്തിൽ നിന്നും പ്രഭാകറിന് കാര്യം വ്യക്തമായി. പക്ഷേ പ്രഭാകർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. തങ്ങൾക്കും നീതി കിട്ടണ്ടേ? ജോർജ് കുട്ടി ഇപ്പോ മകളുടെ കല്യാണക്കാര്യവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്, ഡിസ്ട്രാക്റ്റഡ് ആണ്. നമുക്ക് ഈ സമയം ഉപയോഗിച്ച് കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഈ കാര്യത്തിൽ എന്ത് കോൺസിക്വൻസ് വന്നാലും അത് ഞാൻ നേരിട്ടോളാം. നമ്മൾ വിജയിച്ചാൽ ബാസ്റ്റിൻ ആ വിജയം എടുക്കുകയും ചെയ്യാം. പ്രഭാകരന്റെ ആ വാഗ്ദാനം ബാസ്റ്റിൻ സ്വീകരിച്ചു. പ്രഭാകരനെ സഹായിക്കാം എന്ന് സമ്മതിച്ചു. ഒരു വശത്ത് കല്യാണത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത തിങ്കളാഴ്ചയായിരുന്നു മനസമ്മതം. അതിന്റെ വസ്ത്രമെടുപ്പും മറ്റുമായി ജോർജ് കുട്ടി ബിസിയായി. മറുവശത്ത് പോലീസ് പത്രോസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു. അവരുടെ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ മനസമ്മതം കഴിഞ്ഞു. ഇതിനിടയിൽ പത്രോ ജോർജ് കുട്ടിക്ക് കൊടുത്ത ആ മൃതദേഹത്തിന്റെ അടക്കം DNA ടെസ്റ്റ് പോലീസ് എടുത്തു. സുരേഷ് ബാബു വഴി കേസന്വേഷണം മുമ്പോട്ട് പോകുന്നതും ജോർജ് കുട്ടി അറിഞ്ഞു. അതോടെ വക്കീലിനെ കണ്ട് കല്യാണം മുടങ്ങാതിരിക്കാൻ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കുന്ന കാര്യം ജോർജ് കുട്ടി ഡിസ്കസ് ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് സമ്മതിച്ചുകൊണ്ട് വക്കീലും അതിന് ഓക്കെ പറഞ്ഞു. ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ കാര്യം തോമസ് ബാസ്റ്റ്യൻ അറിഞ്ഞു. പ്രഭാകരനടുക്കലും സഹദേവനെയും സാബുവിനെയും കൂട്ടിക്കൊണ്ട് അക്കാര്യങ്ങൾ തോമസ് ബാസ്റ്റ്യൻ വ്യക്തമാക്കി. നിലവിൽ ജോർജ് കുട്ടിക്കെതിരെയുള്ള തെളിവുകൾ കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷേ ഇതേ സാക്ഷിമൊഴികൾ ഇതേ രീതിയിൽ കോടതിയിലെത്തണം. അടുത്ത കാര്യം വരുണ്ട ബോഡി റിമെയിൻസ് കിട്ടണം. അതിനെ ജോർജ് കുട്ടിയുമായി കണക്ട് ചെയ്യുന്ന തരത്തിൽ തെളിവുകൾ ഉണ്ടാവുകയും വേണം. അതായിരിക്കും നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ചലഞ്ച്. അത് കേട്ടതും പ്രഭാകർ പറഞ്ഞു, അതൊക്കെ അടുത്ത കാര്യമല്ലേ, നമുക്കാദ്യം ആ പെൺകുട്ടിയുടെ കല്യാണം തടയണം. ആന്റിസിപ്പേറ്ററി ബെയിലുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തു ചെയ്യുമെന്ന് പ്രഭാകർ ചോദിച്ചപ്പോ തോമസ് ബാസ്റ്റ്യൻ പറഞ്ഞു, ഒരേ ഒരു വഴിയേ ഉള്ളൂ. കല്യാണം 25-ാം തീയതി തിങ്കളാഴ്ചയാണ്. 23-ാം തീയതി ശനിയാഴ്ച നമ്മൾ കേസ് റീഓപ്പൺ ചെയ്യും. അന്ന് തന്നെ പോയി അവരെ കസ്റ്റഡിയിലെടുക്കും. പിറ്റേന്ന് ഞായറാഴ്ച കോടതി അവധിയായതുകൊണ്ട് അവർക്ക് ജാമ്യമെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ പോലും അതിന്റെ കാര്യങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി തിരികെ കോടതിയിലെത്താൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. തിങ്കളാഴ്ച കല്യാണം മുടങ്ങും. അങ്ങനെ തന്നെ പ്രവർത്തിക്കാം എന്ന് പ്രഭാകർ തീരുമാനിച്ചു. ശനിയാഴ്ച ജോർജ് കുട്ടിയെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി. പക്ഷേ കുടുംബം അവിടില്ലെന്ന് പറഞ്ഞ ജോർജ് കുട്ടി ഒരു കോടതി നോട്ടീസ് അവർക്ക് കാണിച്ചു കൊടുത്തു. 41A സർവ് ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കോടതി ഉത്തരവായിരുന്നു അത്. പ്രഭാകർ ഇതെങ്ങനെ സാധിച്ചു എന്ന് വീട്ടിലേക്ക് വന്നെത്തിയ തോമസ് ബാസ്റ്റ്യനോട് ചോദിച്ചു. ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്തപ്പോ കോടതിയോട് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയതാവാനാണ് സാധ്യത എന്നായിരുന്നു ബാസ്റ്റ്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ എന്ന് സഹദേവൻ ചോദിച്ചപ്പോ അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ ബാസ്റ്റ്യൻ അകത്തേക്ക് കയറി. പിന്നാലെ വിശദീകരിച്ചു, നിയമത്തിൽ ലൂപ്പ് ഹോളുകളാണ് കൂടുതലുള്ളത്. കാര്യങ്ങൾ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആകമാനം നാറും. എനിക്ക് മുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. കോർട്ട് ഓർഡർ ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ഒന്ന് ആലോചിച്ച ശേഷം ബാസ്റ്റ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ് നമുക്ക് നാളെ അവർക്ക് നോട്ടീസ് കൊടുക്കാം. തിങ്കളാഴ്ചയാണല്ലോ കല്യാണം. അവർ ഉറപ്പായും കോടതിയിൽ പോകും. കോടതിയിൽ വെച്ച് നമുക്കൊരു സോളിഡ് ഗെയിം തന്നെ കളിക്കണം. അങ്ങനെ ഞായറാഴ്ച നോട്ടീസ് ജോർജ് കുട്ടിയുടെ കയ്യിൽ കിട്ടി. വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം എല്ലാവരും തയ്യാറായി കല്യാണത്തിന് പള്ളിയിലേക്ക് ഇറങ്ങി. ജോർജ് കുട്ടി വലിയ ആശങ്കയിലായിരുന്നു. മറുവശത്ത് കോടതിയിൽ ജോർജ് കുട്ടിയുടെ അഡ്വക്കേറ്റ് ചേംബറിൽ ജഡ്ജിയെ കണ്ട് സംസാരിച്ചു. കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും വീണ്ടും ഉപദ്രവിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ജോർജ് കുട്ടിയുടെ മകളുടെ കല്യാണം മുടക്കാനാണ് ഇന്ന് തന്നെ ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യവും അഡ്വക്കേറ്റ് സൂചിപ്പിച്ചു. ജഡ്ജിക്കും ഏറെക്കുറെ അതിൽ ഒരു ന്യായമുണ്ടെന്ന് തോന്നി. പബ്ലിക് പ്രോസിക്യൂട്ടറെ വിളിച്ച് കേസ് താൻ ആദ്യം വിളിക്കുമെന്ന്
ചെയ്യാമെന്നും വേണ്ടത് ചെയ്തോളാനും ജഡ്ജി തന്നെ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ കോടതിയിൽ ആദ്യത്തെ കേസായി ജോർജ് കുട്ടിയുടെ കേസ് വിളിച്ചു. മുൻകൂർ ജാമ്യം തള്ളാനായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഥവാ PP വാദിച്ചു. ജോർജ് കുട്ടിക്കെതിരെ പോലീസ് കണ്ടെത്തിയ പുതിയ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ നിരത്തി. പക്ഷേ ഇതുപോലെയാണ് പഴയ തെളിവുകളും ഉണ്ടായത്, പോലീസ് ജോർജ് കുട്ടിയെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് ജോർജ് കുട്ടിയുടെ അഡ്വക്കേറ്റ് അതൊക്കെ തട്ടിമാറ്റി. അപ്പോഴാണ് അഞ്ജുവിന് സെക്ച്വൽ അവേഷൻ ഉണ്ട് എന്ന രീതിയിൽ സൈക്കോളജിസ്റ്റ് എഴുതിയ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടും കൊണ്ട് PP മുന്നിട്ടിറങ്ങുന്നത്. അഞ്ജുവിന്റെയും മാനസിക രോഗമായിരിക്കാം വരുണ്ട കൊലപാതകത്തിലും കലാശിച്ചത് എന്ന് PP വാദിക്കുകയും അതുകൊണ്ട് ഈ കല്യാണം തന്നെ നടക്കാൻ പാടില്ല എന്ന തരത്തിൽ പറയുകയും ചെയ്തു. മറുവശത്ത് കല്യാണാഘോഷങ്ങൾ നടക്കുമ്പോൾ പള്ളിക്ക് മുമ്പിൽ പോലീസ് വണ്ടികളെത്തി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ജോർജ് കുട്ടി വല്ലാതെ ഭയപ്പെട്ടു. കോടതിയിൽ വാദങ്ങൾ തുടർന്നു. ജോർജ് കുട്ടിയുടെ അഡ്വക്കേറ്റ് PP ഹാജരാക്കിയ ആ ഡോക്യുമെന്റിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഒരു പെൺകുട്ടിയുടെ അമ്മയാവാനും ഭാര്യയായി ജീവിക്കാനുമുള്ള അവകാശത്തെ വരെ നിഷേധിക്കുന്ന തരത്തിൽ വെറുമൊരു പേപ്പറാണ് ഇവിടെ ഹാജരാക്കിയിരിക്കുന്നതെന്നും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പോലീസ് പറയുന്ന എവിടെയും ഹാജരാവാൻ തന്റെ കക്ഷി തയ്യാറാണെന്നും അഡ്വക്കേറ്റ് വാദിച്ചു. ഒടുവിൽ കോടതി വിധി പറഞ്ഞു. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ബെയില് കൊടുത്തു. പോലീസിനോട് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുക്കണം എന്ന് എടുത്തു പറയുകയും ചെയ്തു. ജോർജ് കുട്ടിയുടെ മകളുടെ വിവാഹം അതിഗംഭീരമായിട്ട് നടന്നു. മറുവശത്ത് സഹദേവനും രാജനും മറ്റുള്ളവരും ചെറിയ ദുഃഖത്തിലായിരുന്നു. പക്ഷേ പ്രഭാകർ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവരെയും മഞ്ജുവും അവർ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലേക്ക് പോയി. അവർ പോയതിന് പിന്നാലെ കല്യാണ ബ്രോക്കറായ മത്തായിച്ചൻ പ്രഭാകറെ വിളിച്ചു. അവർ പോയെന്നറിയിച്ചു. അപ്പോഴാണ് പ്രഭാകറിന് ഇതിൽ എന്തോ കളിയുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ബാസ്റ്റ്യൻ പ്രഭാകറോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് പ്രഭാകർ ആ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അഞ്ജുവിന്റെ കല്യാണം മുടക്കുക എന്നതായിരുന്നില്ല പ്രഭാകറിന്റെ യഥാർത്ഥ തന്ത്രം. അതൊരു ഡൈവേഷൻ മാത്രമായിരുന്നു. ജോർജ് കുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കാനുള്ള ഡൈവേർഷൻ. അവരെ യാഥാർത്ഥത്തിൽ പ്രഭാകറിന്റെ ആളായിരുന്നു. ബിസിനസ്സിൽ സാമ്പത്തിക തിരിമറികൾ നടത്തി ജയിലിൽ പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്ന അവിറയെ പ്രഭാകറായിരുന്നു രക്ഷപ്പെടുത്തിയെടുത്തത്. പിന്നാലെ അവിറയെ കൊണ്ട് അഞ്ജുവിനെ വിവാഹം കഴിപ്പിച്ച് അതിലൊരു കെണിയൊരുക്കാൻ പ്രഭാകർ തീരുമാനിച്ചു. അവിറയുടെയും സഹദേവന്റെയും സഹായത്തോടെ പ്രഭാകർ തന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനായി നാട്ടിലെ ചില ബ്രോക്കേഴ്സിനെ വിളിച്ചുകൂട്ടി അവർക്ക് പണം കൊടുത്ത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിലേക്ക് കല്യാണാലോചനകൾ കൊണ്ടുചെന്നു. ഇതിനിടയിൽ വിദഗ്ധമായ ചില കല്യാണാലോചനകൾ അവർ തന്നെ മുടക്കി. സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത് വിദേശത്തേക്ക് മകളെ കെട്ടിച്ചയക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന ജോർജ് കുട്ടിയുടെ തീരുമാനം മാറ്റിയെടുത്തു. പിന്നീട് അവിറയെ അങ്ങോട്ടേക്ക് ഇറക്കി. പിന്നീട് കല്യാണം ഉറപ്പിച്ചപ്പോ അവിറയുടെ സഹായത്തോടെ തന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് പ്രഭാകർ കണ്ടെത്തി. അവിറയെ കൊണ്ട് തന്നെ അഞ്ജുവിനോട് സംസാരിപ്പിച്ച് വിവാഹരാത്രി അവിടെ ചിലവഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. കല്യാണം കഴിഞ്ഞ് റിസോർട്ടിൽ എത്തുന്ന അവിറയും മഞ്ജുവും കുറച്ചു സമയം ചിലവഴിക്കും. രാത്രിയാകുമ്പോ അവിറ വിദഗ്ധമായി മയക്കുമരുന്ന് നൽകി അഞ്ജുവിനെ മയക്കും. പിന്നീട് സഹദേവന്റെ സഹായത്തോടെ അവിറയെ ആ പെൺകുട്ടി അപായപ്പെടുത്താൻ നോക്കി എന്ന തരത്തിലുള്ള തെളിവുകൾ ആ മുറിയിൽ സൃഷ്ടിക്കും. ജോർജ് കുട്ടിയെ പിന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അതിനായി സഹദേവൻ ജോർജ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്ത് മകളുടെ ദൃശ്യങ്ങൾ കാണിക്കും. അയാൾ ഉറപ്പായും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു വരും. ഇതിനിടയിൽ തെളിവ് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയ ശേഷം മയക്കത്തിൽ നിന്നുണരാൻ അഞ്ജുവിനും മറുമരുന്ന് നൽകിയ ശേഷം സഹദേവനും അവരെയും അവിടുന്ന് പുറത്തേക്ക് പോകും. പുറത്തവർ കാത്തു നിൽക്കും. ജോർജ് കുട്ടിയുടെ വണ്ടി പോകുന്നതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹദേവൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മയക്കത്തിൽ നിന്നുണർന്ന അഞ്ജു രക്തവും മറ്റുമൊക്കെ കണ്ട് പേടിക്കും. അവരുടെ മിസ്സിംഗ് അവളെ പരിഭ്രാന്തിയിലാക്കും. അപ്പോഴേക്കും ജോർജ് കുട്ടി എത്തും. ജോർജ് കുട്ടി മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും പോലീസും വന്നെത്തും. ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. മകളു കൊന്നു. ജോർജ് കുട്ടി ആ മൃതദേഹം എവിടെയോ മറവ് ചെയ്തു. ഇതായിരിക്കും പുറം ലോകം അറിയുക. പ്രഭാകർ തോമസ് ബാസ്റ്റിനോട് വിശദീകരിച്ചു. ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെപ്പറ്റി കോടതിയിൽ ബോധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ആ പെൺകുട്ടിക്കെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ വരും. അപ്പോ അവിറയോ? തോമസ് ബാസ്റ്റിൻ ചോദിച്ചു. പ്രഭാകർ പറഞ്ഞു, അവൻ വന്നതുപോലെ തിരിച്ചു പോകും. നാളെ ഇവിടെ നിന്ന് രാമേശ്വരത്തേക്ക്, അവിടെ നിന്ന് ബോട്ടിൽ ശ്രീലങ്കയിൽ, അവിടെ നിന്ന് തന്റെ പുതിയ ഐഡന്റിറ്റിയിൽ 250 ഇന്ത്യക്കാർ മാത്രമുള്ള തുണീഷ്യ എന്ന രാജ്യത്തേക്ക്. സാറ് പോയി നന്നായിട്ടുറങ്ങ്. ഇനി മുതൽ അങ്ങോട്ട് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതും പറഞ്ഞ് പ്രഭാകർ വല്ലാത്തൊരു ചിരി ചിരിച്ചു. പക്ഷേ അന്ന് ഒന്ന് സംഭവിച്ചു. പ്രഭാകർ നിർദ്ദേശിച്ച രീതിയിൽ നിന്നും സഹദേവൻ വ്യതിചലിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വന്ന് ഞെട്ടലോടെയാണ് തോമസ് ബാസ്റ്റിൻ ഉണർന്നത്. തോമസ് ബാസ്റ്റിൻ പ്രഭാകറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. പ്രഭാകർ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നടന്നത് എന്ന് ബാസ്റ്റിൻ പ്രഭാകറോട് പറഞ്ഞു. രാത്രിയിൽ റിസോർട്ടിലെത്തിയ സഹദേവൻ തെളിവുകളുണ്ടാക്കി വീഡിയോ പിടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അബദ്ധത്തിൽ അവരുടെ കൈകൊണ്ട് അവിടുത്തെ ലൈറ്റ് ലാമ്പ്
വേഗം മറിഞ്ഞു വീണു. ശബ്ദം കേട്ട് മയങ്ങിക്കിടന്നിരുന്ന അഞ്ജു ഉണർന്നു. അഞ്ജു ബഹളം കൂട്ടിയതും അവർ അവിടെ നോടി. സഹദേവൻ അവളെ മർദ്ദിക്കുകയും അവളുടെ കയ്യിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ അഞ്ജു ബോധരഹിതയായി വീണു. പോലീസ് എത്തിയപ്പോൾ കണ്ടത് അങ്ങോട്ടേക്ക് പരിഭ്രാന്തിയിലെത്തിയ ജോർജ് കുട്ടി ഹോട്ടൽ റൂം ചവിട്ടിപ്പൊളിക്കാൻ നോക്കുന്നതും അകത്ത് പരിക്കേറ്റ് കിടക്കുന്ന ജോർജ് കുട്ടിയുടെ മകളെയുമാണ്. സഹദേവൻ കുറച്ചു മുമ്പ് മകളുടെ ഫോണിൽ നിന്ന് വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും മകളെ ഉപദ്രവിച്ചുവെന്നും ജോർജ് കുട്ടി പോലീസിന് മൊഴി കൊടുത്തു. പോലീസിന്റെ സഹായത്തോടെ വാതിൽ തുറന്ന് ജോർജ് കുട്ടി അകത്ത് കടന്ന് മകളെ ആശുപത്രിയിലേക്ക് മാറ്റി. കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്ന് തോമസ് ബാസ്റ്റ്യൻ പ്രഭാകരോട് പറഞ്ഞു. കേസിന് ബലമുണ്ടാക്കാൻ അവരെ കൊല്ലാൻ പോലും സഹദേവൻ മടിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ എല്ലാ തെളിവുകളും സഹദേവനെതിരെയും അതുവഴി പ്രഭാകരനെതിരെയും തിരിയും. പ്രഭാകർ ആ സമയം സഹദേവൻ അവരെ കൊല്ലുന്ന കാര്യം ഡിസ്കസ് ചെയ്തിരുന്നതും ഓർത്തെടുത്തു. അതോടെ പ്രഭാകരനും ഭയമായി. പ്രഭാകർ അന്നത് വേണ്ടെന്ന് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ ആ രീതിയിലായിരുന്നു സഹദേവൻ പ്രവർത്തിച്ചത്. സഹദേവനുള്ള ഇടത്തേക്ക് പ്രഭാകറും ബാസ്റ്റ്യനും കൂടി വേഗം പുറപ്പെട്ടു. അവർ ആ വീട്ടിലെത്തുമ്പോൾ പക്ഷേ അവരുണ്ടായിരുന്നത് ജോർജ് കുട്ടിയായിരുന്നു. ജോർജ് കുട്ടി ഉണ്ടായ കാര്യങ്ങൾ അവരോടായി പറഞ്ഞു. സഹദേവൻ തന്നെ വിളിച്ച ശേഷം താൻ വേഗത്തിൽ റിസോർട്ടിലേക്കൊന്ന് പുറപ്പെട്ടിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ഇതിലെ കിണി ജോർജ് കുട്ടി തിരിച്ചറിഞ്ഞു. അതോടെ തന്റെ വീടിന്റെ പുറകിലുണ്ടായിരുന്ന കുഴി സഹദേവൻ കുഴിച്ചതായിരിക്കാമെന്നും അതിലവരുടെ മൃതദേഹം മറവ് ചെയ്ത് തെളിവുകൾ തങ്ങൾക്കെതിരെ തിരിക്കാനായിരിക്കാം സഹദേവൻ പദ്ധതിയിട്ടത് എന്നും ജോർജ് കുട്ടി ആലോചിച്ചു. ജോസിനെ വിളിച്ച് സഹദേവന്റെ പിന്നാലെ സഞ്ചരിക്കാൻ ജോർജ് കുട്ടി നിർദ്ദേശം നൽകി. പിന്നാലെ തന്റെ അളിയനെ വിളിച്ച് തന്റെ വീടിന്റെ വാഴത്തോട്ടത്തിലും മറ്റുമായി പൂർണ്ണമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ സഹദേവന് അവരെയുമായി പോയിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ജോർജ് കുട്ടി പിന്നാലെ സഹദേവന്റെ ഇടം കണ്ടെത്തി അങ്ങോട്ടേക്കെത്തി സഹദേവനെ ഉപദ്രവിച്ചു. സത്യം പറയാൻ ആവശ്യപ്പെട്ടു. സഹദേവൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ജോസിന്റെ സഹായത്തോടെ ജോർജ് കുട്ടി അതൊക്കെ വീഡിയോ ആയി പകർത്തി. സഹദേവന്റെ പദ്ധതി തന്നെ അവരെ കൊന്ന് ജോർജ് കുട്ടിയുടെ പ്ലോട്ടിൽ കുഴിച്ചിടലായിരുന്നു. നേരത്തെ കുഴിയെടുത്താൽ മണ്ണിളകിക്കിടക്കുമ്പോ കുഴിച്ചു മൂടാൻ എളുപ്പമുണ്ടാകുമല്ലോ. അതിനായിരുന്നു നേരത്തെ സഹദേവൻ അവിടെ കുഴിയെടുത്തത്. സംശയം തോന്നി ജോർജ് കുട്ടി അവിടെ കുഴിച്ചപ്പോ അതിന്റെ ഒരു വീഡിയോ ജോർജ് കുട്ടിക്കെതിരെ തെളിവായി ഉപയോഗിക്കാൻ സഹദേവൻ റെക്കോർഡ് ചെയ്തു വെക്കുകയും ചെയ്തു. അവരെ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. സഹദേവൻ എവിടെയോ അവനെ കൊന്നുകുഴിച്ചു മൂടിയിട്ടുണ്ടാകാം. ഇതൊക്കെ പറഞ്ഞ ശേഷം തന്റെ പക്കലുള്ള തെളിവുകളുടെയും സഹദേവന്റെ മൊഴിയുടെയും കാര്യം പറഞ്ഞ് ബാക്കി കോടതിയിൽ കാണാമെന്ന് വെല്ലുവിളിച്ച് ജോർജ് കുട്ടി ഇറങ്ങാൻ തുടങ്ങി. ആ സമയം പ്രഭാകർ പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ പണ്ടേ നഷ്ടപ്പെട്ടതാണ്. ഇനിയങ്ങോട്ട് നിങ്ങളുടെ പിന്നാലെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ എന്നും ഉണ്ടാകും. ജോർജ് കുട്ടി പിന്നീട് ആശുപത്രിയിലെത്തി തന്റെ മകളെ കണ്ടു. കുടുംബത്തോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇതിങ്ങനെ തുടർന്നു പോയാൽ പ്രഭാകരനും മറ്റും നീതി കിട്ടിയില്ലെന്ന് തോന്നിയില്ലെങ്കിൽ അവർ വീണ്ടും തങ്ങൾക്ക് പിന്നാലെ വരും എന്നുറപ്പുണ്ടായതുകൊണ്ട് പോലീസിന് കീഴടങ്ങാൻ ജോർജ് കുട്ടി തീരുമാനിച്ചു. അത് പരസ്പരമുള്ള ഒരു കരാറിലാണ്. ഐജിക്കും പ്രഭാകരനുമെതിരെയുള്ള വീഡിയോ തെളിവുകൾ ജോർജ് കുട്ടി കൈമാറും. പകരം അഡ്വക്കേറ്റ് രേണുക പറയുന്ന പോലെ 5 കൊല്ലത്തിൽ താഴെ മാത്രം ശിക്ഷ കിട്ടിയേക്കാവുന്ന തരത്തിൽ കേസിലെ വകുപ്പുകൾ എഴുതി ചേർത്ത് കുറ്റം സമ്മതിച്ച് ജോർജ് കുട്ടി ജയിലിൽ പോകും. എല്ലാം സമ്മതിച്ച് ജോർജ് കുട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പ്രഭാകർ അങ്ങോട്ടേക്ക് വന്നു. പ്രഭാകർ ജോർജ് കുട്ടിയോട് പറഞ്ഞു, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നവനാണ് നീ. ജോർജ് കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മകളെ കൂടി വേണമെന്നറിയാം. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം നിങ്ങളത് പ്രതീക്ഷിക്കണ്ട. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഇതിവിടം കൊണ്ട് അവസാനിക്കണം. അതും പറഞ്ഞ് ജോർജ് കുട്ടി പുറത്തേക്കിറങ്ങി. ജോർജ് കുട്ടി പുറത്തേക്ക് പോകുന്നതിന് പിന്നാലെയാണ് പ്രഭാകരനൊരു കോൾ വന്നത്. അത് അവരെയായിരുന്നു. അന്ന് ജോർജ് കുട്ടിയും ജോസും എത്തി സഹദേവനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുമ്പോ അവരത് കേട്ടിരുന്നു. ഭയന്നി അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ജോർജ് കുട്ടിക്കും ജോസിനും അവരെ പിടികൂടാനും കഴിഞ്ഞില്ല. അവരെ ഇപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്. അഡ്വക്കേറ്റ് ജോർജ് കുട്ടിയുമായി സംസാരിച്ചു. ഇത് വേണോ, അവരിത്ര ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് അഡ്വക്കേറ്റ് തിരക്കിയപ്പോ ജോർജ് കുട്ടി പറഞ്ഞു, എനിക്ക് ഭയം അവരെയല്ല, എന്നെ തന്നെയാണ്. പിന്നാലെ നടന്ന സത്യങ്ങൾ ജോർജ് കുട്ടി വക്കീലിനോട് വിശദീകരിച്ചു. അന്ന് ജോർജ് കുട്ടി റിസോർട്ടിൽ എത്തുമ്പോ അഞ്ജു അവിടെ ഉണ്ടായിരുന്നു. സഹദേവൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയപ്പെട്ടവൾ നിൽക്കുകയായിരുന്നു. പുറത്ത് പോലീസ് സൈറൻ കേട്ടതും ഇത് ചതിയാണെന്ന് ജോർജ് കുട്ടി പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. അതോടെ തന്റെ മകളോട് തന്നെ വിശ്വസിക്കാൻ പറഞ്ഞ ശേഷം ജോർജ് കുട്ടി അവളെ തല്ലി. അവളുടെ കൈകളിൽ മുറിവുണ്ടാക്കി. ശേഷം ഇതൊക്കെ സഹദേവനാണ് ചെയ്തത് എന്ന് പറയണമെന്ന് പറഞ്ഞ് മകളോട് കട്ടിലിൽ ബോധം കെട്ട പോലെ കിടന്നോളൂ എന്ന് പറഞ്ഞ ശേഷം ജോർജ് കുട്ടി വേഗം റിസോർട്ടിന് വെളിയിലിറങ്ങി വാതിലടച്ച് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. പോലീസിനോട്
അച്ഛനോട് സഹദേവനാണ് തന്റെ മകളെ ഉപദ്രവിച്ചതെന്ന് ജോർജ് കുട്ടി കള്ളം പറയുകയായിരുന്നു. ജോർജ് കുട്ടി പറയാൻ പറഞ്ഞ കള്ളമാണ് അഞ്ജു പോലീസിനോട് ആവർത്തിച്ചതും. യാഥാർത്ഥ്യത്തിൽ സഹദേവൻ പ്രഭാകർ പറഞ്ഞത് വിട്ട് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. സത്യങ്ങൾ അവരെ വഴി അറിഞ്ഞതും പ്രഭാകറും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒക്കെ കേട്ട് അഡ്വക്കറ്റും ഞെട്ടിത്തെറിച്ചു നിന്നു. തന്റെ മകളെ രക്ഷപ്പെടുത്താൻ ആ അച്ഛന് തന്റെ മകൾക്കുമേൽ പരിക്കേൽപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ വലിയ കുറ്റബോധവും ജോർജ് കുട്ടിക്കുണ്ടായിരുന്നു. കുറ്റബോധത്തോടെ അയാൾ മുന്നോട്ടേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. എല്ലാം അവസാനിക്കാൻ വേണ്ടി. അതുകൊണ്ടായിരുന്നു ജോർജ് കുട്ടി കീഴടങ്ങിയതും. പ്രഭാകറിനടുക്കൽ ഐജി പറഞ്ഞു, ഭാഗ്യമെന്ന് പറഞ്ഞ അയാളെ തള്ളിക്കളയേണ്ട മിസ്റ്റർ പ്രഭാകർ. 2 വർഷം കൊണ്ട് നിങ്ങൾ പ്രതിയാക്കാൻ ശ്രമിച്ച അയാളുടെ മകളെ ഒരു നിമിഷം കൊണ്ട് അയാൾ ഒരു ഇരയാക്കി മാറ്റി. ഇനിയെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കണം, ആ മകളെ രക്ഷപ്പെടുത്താൻ അയാൾ ഏതറ്റം വരെയും പോകും. നമ്മൾ എന്തു ചെയ്താലും അതിനൊരുപടി മുന്നിൽ അയാളുണ്ടാകും. നമ്മളിപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതങ്ങനെ തന്നെയാകട്ടെ. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ജോർജ് കുട്ടി പോലീസിൽ കീഴടങ്ങി. ഗീതയും പ്രഭാകറും ഒന്നിച്ച് ടിവിയിൽ അത് കണ്ടു. പ്രഭാകർ ഗീതയ്ക്കടുക്കൽ നീ ഹാപ്പിയായില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഇല്ലെന്ന് തലകുലുക്കിയ ഗീത തനിക്ക് അവളെ വേണം എന്ന് പറയുകയായിരുന്നു ചെയ്തത്. അതായത് ജോർജ് കുട്ടിയുടെ മകളെ. ആ ദൃശ്യത്തിൽ അടുത്തൊരു ഭാഗത്തിനുള്ള ലീഡ് ഇട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.